ഏതുപോലെയാണ് എന്ന് ചോപ്പായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലവ്, മൊറാലിറ്റി, ലോയൽറ്റി, ഇതെല്ലാം ബ്ലഡിൽ തന്നെ ഉണ്ടാവേണ്ടതുമാണ്. അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ സാധനം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ചാരിറ്റി അല്ലെങ്കിൽ മോറൽ സ്പിരിച്വാലിറ്റി, മോറൽ അസ്ട്രോളജിക്കൽ മെറ്റീരിയൽ എന്തിനെ പിടിച്ചിട്ടും കാര്യമില്ല. ശുക്രകേതു യോഗം തെറ്റാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കാതെ ആ പുതുതന്നെ നന്നായി തരണം ചെയ്തിരുന്ന കർമ്മ കട്ട് ചെയ്ത് പുറത്തു ചാടുക എന്നുള്ളതാണ് അത്. മറ്റൊരു ഇല്ല എന്നുള്ളതാണ് സത്യം. കേതുവില് ശുക്രന്റെ യോഗം ഞാൻ ഏറ്റവും അവസാനം വെച്ചതും ഇത് പറയേണ്ടതാണ്. കാരണം കേതു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. രാഹു നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തെറ്റിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ രാഹു നിൽക്കുന്ന ഭാഗത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കേതു നിൽക്കുന്ന ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നേച്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ ഭൗതികമായിട്ട് ഇടപെടാൻ വിചാരിക്കും. പക്ഷെ കേതു നിൽക്കുന്ന ഈ ശുക്രനുമായിട്ട് യോഗം തിരിക്കുന്നത് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്നും ഒരു ദുഃഖമുണ്ടാകും. ചില നന്നായിട്ട് പാടാൻ പറ്റുമായിരിക്കാം, പക്ഷെ നല്ല കലാകാരിയാവാൻ പറ്റുന്നില്ല, നല്ല കലാകാരനാവാൻ പറ്റുന്നില്ല, ഇപ്പൊ നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കും, പക്ഷെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യവും അതുമായിട്ട് ചേരാതെ വരികയും ചെയ്യും. അപ്പൊ ഇത് ഇന്ത്യ മൊത്തത്തിൽ എത്ര പരമ സൂചനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുഃഖം ശുക്രകേതു യോഗമുള്ളവർക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ്. അത് എന്താണ് എടുത്തു പറയാൻ കഴിയും. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആകുന്ന ഏരിയകളൊക്കെയാണ് ശുക്രൻ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെ ശുക്രന്റെ കാലഘട്ടത്തിൽ വരുന്നത്, ശുക്രന്റെ ബാച്ചിൽ വരുന്നത്, ശുക്രൻ ലീഡറായിട്ടുള്ള ഏരിയയിൽ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഒരു കൂട്ടിഷ്ടമല്ലാത്ത സമാധാനത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ആ ഏരിയ ചർച്ചയ്ക്ക് പെട്ടത്. അപ്പൊ നമ്മള് കഴിഞ്ഞ കുറെ കാലങ്ങളായിരുന്നു രാഹുവിനെ കേതുവിനെ രാഹുവിന്റെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് അതുപോലെ നിങ്ങളുടെ പ്ലേസ്മെന്റിലൊക്കെയാണ് ചർച്ച ചെയ്തത്. മടുപ്പ് തുടങ്ങിയത് എനിക്ക് പോയി തുടങ്ങി. നമ്മൾ പുതിയ എന്തെങ്കിലും ഒരു സബ്ജക്ട് എടുക്കാമെന്ന് വെച്ചിട്ട് പത്രഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ഗ്രഹങ്ങളുടെ വസ്ത്രം, നമ്മുടെ സ്റ്റേഷനറി പൊസിഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഈ പത്രഗ്രഹത്തെ ഏതൊക്കെ സ്ഥലത്തിലാണ് ഫലം തരുന്നത്, അതിന്റെ അനുഭവം ഏതാണ്, ട്രഡീഷണൽ ഫലങ്ങൾ ഏതാണെന്ന് വെച്ചിട്ട് പത്രഗ്രഹങ്ങളെ കുറിച്ചൊരു സബ്ജക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരു കമ്മിറ്റി ചോദിക്കുന്ന കാര്യമാണ് ഇന്ന ഭാവത്തിൽ ഇന്ന ഗ്രഹം, ശനി ഇന്ന ഭാവത്തിൽ ഇങ്ങനെ, രാഹു ഇന്ന ഭാവത്തിൽ ഇങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പല വീഡിയോയുടെ കമ്മിറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് 12 ഭാവങ്ങള് ഭാവാധിപന്മാർ ഓരോ സ്ഥലത്ത് നിന്നാൽ എന്താ ഫലം നോക്കാം. അതിനുശേഷം ഈ 12 ഭാവങ്ങളിൽ ഓരോ ഗ്രഹങ്ങളും എന്നാണ് ഫലം നോക്കിയിട്ട് നമുക്ക് ഒരു ചർച്ച ചെയ്തിട്ടില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു പത്രഗ്രഹങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ. അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരാരെങ്കിലും വീഡിയോ ചെയ്യുന്നവരുണ്ട്, അത് പത്രഗ്രഹങ്ങളെ കുറിച്ച് ചെയ്ത് നമുക്ക് വേറൊരു രീതിയും നമ്മൾ പറയാൻ പത്രഗ്രഹങ്ങളെ കുറിച്ചുള്ളത് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അടുത്ത സിമ്പിളായിട്ട് കുറച്ച് രസത്തിന് നമുക്ക് ഓരോ ഭാവങ്ങളിൽ ഓരോ ഗ്രഹങ്ങളുള്ള ഫലങ്ങളെ കുറിച്ചും ഓരോ ഭാവാദിയും ഓരോ ഭാവത്തിനും വളരെ ലളിതമായിട്ട് ചർച്ച ചെയ്യാം. അതാണ് ഒരു ഗുണം അറിയുക. ബേസിക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ജനറലാണ്. എല്ലാം പറയുന്നത് ജനറലാണ്. ജനറൽ നമുക്ക് നോക്കേണ്ട ഭാഗങ്ങളായിട്ട് കാണാൻ നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാവഫലത്തെ കുറിച്ച്. ഇന്നത്തെ നമ്മൾ ഒരു ചിന്തിക്കാറില്ല. അപ്പോൾ ഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാവഫലത്തെ കുറിച്ച് പറയാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയുടെ തൊട്ടുതാഴെ കുറെ കമന്റുകൾ വന്നു. അത്
അതിനു വേണ്ടി കൂടാതെ കോമ്പറ്റീഷനുള്ള സബ്ജക്റ്റുകളാക്കുന്നതിന് ഞാൻ പരാശര കുറയിലും ഉള്ള ഭാവചിന്തയിലെ 144 ശ്ലോകങ്ങളുടെ അതിന്റെ കണ്ടന്റ് എഴുത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നത് നമ്പർ 2 എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ ഓരയെ ഫോളോ ചെയ്തിട്ട് കിഴങ്ങിലായിട്ടുള്ള ജ്യോതിഷത്തില് പറയുന്ന ഭാവചിന്തയും പരാശര മഹർഷിയുടെ നിരീക്ഷണവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഗുരുചന്ദ്രനായിട്ടുള്ള വരാഹങ്ങളും എത്രയോ ആളാണ് പരാശര കോയിലെ പല കാര്യങ്ങളും ഭാവചിന്തയായിട്ട് ബന്ധപ്പെട്ട് വരാഹങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ജാതക ചിന്തയും പ്രധാനമായിട്ട് ഭാവത്തെയും അതിന്റെ കൽപ്പനയും കാരകഗ്രഹത്തെയും കൊണ്ടുള്ള ചിന്തയാണ് ചെയ്യുന്നത്. നമ്മൾ ഭാവചിന്ത എന്ന് പറയുമ്പോൾ ഓരോ 12 ഭാവത്തെ കുറിച്ചും ഓരോ ഭാവങ്ങളും തരുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓരോ ഭാവാധിപന്മാരും ഓരോ ഭാവത്തിൽ നിന്നുള്ള ഫലം എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. പല ആചാര്യന്മാരും അവർ ഒബ്സർവേഷൻ കണ്ടെത്തിയ കുറെ കാര്യങ്ങൾ ചേർത്ത് എന്റെ അനുഭവം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കാം. ഓരോ ഭാവത്തിന്റെ അധിപന്മാർ ഓരോ ഭാവത്തിൽ നിന്ന് എന്തേത് ഫലമായിരിക്കുന്നത് അത് നമുക്ക് പിന്നീട് ഭാവചിന്ത എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഈ ഫലങ്ങളെ ഉപയോഗിക്കാവുന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ പഠിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ജ്യോതിഷത്തെ പുതിയതായിട്ട് പഠിക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാവചിന്തയുടെ ഫലം പഠിക്കുന്ന സമയത്ത് ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. നമുക്ക് ഈ ഭാവചിന്തയുടെ വിഷയങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഗ്ലോബിന്റെ 15 റൂളുകൾ ഇത് പഠിച്ചിട്ട് ഭാവചിന്തയിലേക്ക് ചേരാം. അല്ലെങ്കിൽ ജ്യോതിഷം നോക്കിയിട്ട് ഈ 15 റൂളുകളിൽ ഒരു 10 എണ്ണമെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ 10 എണ്ണമെങ്കിലും വന്നാൽ ഭാവത്തിന്റെ ഫലം 100% വരും. 7-8 താഴെ ആണ് നിങ്ങളുടെ ഒരു കൺക്ലൂഷനിലേക്ക്